Hello, friends. Good evening to all. So, ഇന്ന് ബഡ്ജറ്റ് ഡേയിൽ നിങ്ങൾ ബഡ്ജറ്റിനെ വാച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ വളരെ ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. എനിവേ ഞാനത് ഫസ്റ്റ് നമുക്ക് ഗുഡ് ന്യൂസിലേക്ക് പോയതിനു ശേഷം നമുക്ക് യു ക്യാൻ ഗോ ടു ദ ബാഡ് ന്യൂസ്. ഇന്ന് ഞാൻ കണ്ടതിൽ യൂണിലിവർ നല്ലൊരു നമ്പേഴ്സ് കൊണ്ടാണ് വന്നിട്ടുള്ളത്. സോ യൂണിലിവറിന്റെ ഹയർ Q1 പ്രോഫിറ്റിലുള്ളത് അവർ പറയുന്ന വെച്ചാൽ അവരെ അർബൻ മാർക്കറ്റിൽ 60% യൂണിലിവറിന്റെ സെയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. റൂറൽ മാർക്കറ്റിൽ അത് ബാക്കി 40% ചെയ്യുന്നത്. അവരെ സെയില് 1.6% ഇൻക്രീസ് ചെയ്തിട്ട് 151.66 ബില്യൺ റുപ്പീസ് ക്വാർട്ടറിലുണ്ട്. 4.6% ഗ്രോത്ത് കീ ഹോം കെയർ സെഗ്മെന്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ സർഫ്, വിം, ലൈഫ് ബോയ്, എക്സൽ, സർഫ് എക്സൽ ഇതുമാതിരിയുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പോ അതിന്റെ പിയേഴ്സ് ആണ് മാരിക്കോ, ഡാബർ ഇതുപോലുള്ള കമ്പനികൾ. ഇനി അത് അവരെ ക്വാർട്ടർ റവന്യൂ ഡിമാൻഡ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം അവർ റിസൾട്ട് വന്നാൽ അറിയാം. അത് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മള് മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്ന നെസ്ലെ അവരെ റിപ്പോർട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. ITC ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, കാരണം ITCന്റെ ടൊബാക്കോയിൽ വലിയ ടാക്സ് ഇല്ല എന്നുള്ളത് കാരണം. അതുകൊണ്ട് ITC നല്ലൊരു ക്വാർട്ടർ വരുന്നുണ്ട് റിസൾട്ട്. അപ്പൊ എല്ലാം കൊണ്ടും FFG സെഗ്മെന്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, ഈ ബജറ്റിൽ FMCG സെക്ടറിൽ സിറ്റിന്റെ റിപ്പോർട്ടിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്, അതിന്റെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇന്നത്തെ പിന്നെ ഇതായിരുന്നു ഗുഡ് ന്യൂസ്. അപ്പൊ നാളെ ഈ സ്റ്റോക്കൊക്കെ ഇന്ന് ഓൾറെഡി യൂണിലിവറൊക്കെ നല്ല പ്രൈസിൽ വെച്ച് ട്രേഡ് ചെയ്തുകൊണ്ട് ITC യൂണിലിവർ ഇന്ന് സ്റ്റാർ ആയിരുന്നു. ഇന്നത്തെ വേൾഡ് മാർക്കറ്റിലും ITC യൂണിവേഴ്സിറ്റി ലിവറൊക്കെ നന്നായി ചെയ്തിരുന്നു. അപ്പൊ നാളത്തെ ആക്സിഡന്റ് എന്തായിരിക്കും വെച്ചാൽ, നാളത്തെ ആക്സിഡന്റ് നമ്മുടെ SRF ആണ്. SRF കെമിക്കൽ എന്ന് വെച്ചാൽ അതിന്റെ Q1 പ്രോഫിറ്റ് ഫോൾസ് ടു സബ്ഡ്യൂഡ് റിസൾട്ട് വന്നിട്ടില്ല. അവർ പറയുന്നത് സബ്ഡ്യൂഡ് ഗ്ലോബൽ ഡിമാൻഡ് ആണെന്ന് പറയുന്നത്. ഡ്രോപ്പ് ഇൻ പ്രോഫിറ്റ് ഫോർ ദ 6th സ്ട്രേറ്റ് ക്വാർട്ടറിൽ 6 ക്വാർട്ടറിൽ ഒരു പ്രോഫിറ്റ് ഡൗൺ ആണുള്ള സസ്റ്റൈനബിൾ വീക്ക് ഡിമാൻഡ് ഈ കെമിക്കൽ ബിസിനസ്സിൽ ഇവർക്ക് ഉണ്ട് എന്ന് പറയുന്നത്. സോ അതെല്ലാം കൊണ്ട് തന്നെ നാളെ ഇപ്പം അതൊരു ആക്സിഡന്റ് ആയി കാണാനൊക്കെ തോന്നുന്നത് SRFന്റെ. പിന്നെ അതിന്റെ ഇത് ഇവരറിയാലോ, നിങ്ങൾക്ക് SRF കമ്പനിയെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. അത് ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ഫ്ലൂറോ കെമിക്കൽസ്, ആഗ്രോ കെമിക്കൽസ് ഇതുപോലെയുള്ള ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ അതിന്റെ റവന്യൂ മോശമാണ് വന്നിട്ടുള്ളത്. അതിനെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് അവർ പറയുന്നത് വെച്ചാൽ പ്രോഫിറ്റ് ഡൗൺ ഒരു 30%, കഴിഞ്ഞ കൊല്ലത്ത് 30% കുറവുണ്ടെന്ന് പറയും. അപ്പോൾ അത് നാളെ മാർക്കറ്റ് അതിന് നല്ല പണിഷ്മെന്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് SRF ഒന്ന് വാച്ച് ചെയ്യുക. യൂണിലിവർ, ITC ഇതൊക്കെ ഈ വാങ്ങേണ്ട ഓപ്പർച്യൂണിറ്റിയിൽ കഴിഞ്ഞു, കാരണം ഇതൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ ഈ ന്യൂസ് അറിയാം എല്ലാവർക്കും. ITC എല്ലാം അങ്ങ് എന്താ പറയാ നല്ല ഹൈ പ്രൈസിലെത്തി. ഇനി അത് നിങ്ങൾ കറക്ഷനിൽ കിട്ടുമെന്നുള്ള വാച്ച് ചെയ്യാം, നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യണം. അപ്പൊ ഇന്ന് വേറൊരു കാര്യം നമ്മള് പിന്നെ ഫൈനാൻസ് മിനിസ്റ്ററോട് നമ്മളെ മോഡി പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ത്യന്റെ ഈ ഡെപ്റ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്, അത് വേഗം കുറക്കണം, ഈ സ്പെൻഡിങ് ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞത്. അപ്പോ ഇന്ത്യക്ക് അവർ പറഞ്ഞ ഇന്ത്യ ഹാസ് ടു സെറ്റ് ഔട്ട് എ റീസണബിൾ ഫിസിക്കൽ ബഡ്ജറ്റ് ടാർഗറ്റ് 2025-26 ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറക്കണം. അഗ്രസീവ് റിഡക്ഷൻ ഗവൺമെന്റ് ഡെബിറ്റ് വുഡ് ബെനിഫിറ്റ് ഇറ്റ് സോവറിൻ റേറ്റിംഗ് പ്രൊഫൈൽ ഉണ്ട്. മറ്റേ നമ്മളെ മോഡി അറിയില്ല, അവരാണ് ഈ റേറ്റിംഗ് ചെയ്യുന്ന ഏജൻസി. അപ്പോ ഇന്ന് ബഡ്ജറ്റിൽ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞ ഞാൻ സ്പെൻഡ് ചെയ്യുന്നുള്ള ഇന്ന് പറഞ്ഞു. അപ്പോ ഇത് നമ്മളെ മിഡിൽ ക്ലാസ്സിന് ശരിക്ക് വളരെ ഒരു മോശമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം പല കാര്യങ്ങളും ഞാൻ പറയാം. കാരണം വെച്ചാൽ നമ്മള് ഇന്ത്യയിലുള്ള വലിയൊരു സിസ്റ്റമിക് പ്രോബ്ലം ഞാനിപ്പോൾ കാണുന്നത്, നമ്മളെ യൂത്തിന് ജോലിയില്ല. യൂത്തിന് തീരെ ജോലി എവിടെയും കിട്ടുന്നില്ല. അഥവാ ജോലി ഉണ്ടെങ്കിൽ ഒരു ഡീസന്റ് ജോബ് അല്ല, കുട്ടികളൊന്നും ഹാപ്പി അല്ല ജോബില്, പഠിച്ച കുട്ടികൾക്കൊന്നും ജോലിയില്ല. യൂത്തിനൊന്നും ജോലി ഇല്ലാത്തൊരു സിസ്റ്റമിക്. ചില കൂട്ട് പറയുന്നത് ഇപ്പൊ യൂത്തൊക്കെ, പണ്ടൊക്കെ യൂത്തിന് ജോബില്ലാണ്ട്, പണ്ട് നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എന്താ തൊഴിലല്ലെങ്കിൽ ജയിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ DYFക്കാർ സമരം ചെയ്തിട്ടുണ്ട്. അല്ല തൊഴിൽ തരൂ അല്ലെങ്കിൽ ജയിൽ തരൂ എന്നുള്ള മറ്റ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓർമ്മയുണ്ടോ? ഇപ്പോഴത്തെ യൂത്തിനൊന്നും അങ്ങനത്തെ സമരമൊന്നും ഇല്ല. അവരെന്ന് വെച്ചാൽ അവർ പറയുന്ന വെച്ചാൽ പിന്നെ ആരോ പറഞ്ഞു, ഇപ്പൊ ഈ എയർടെല്ലും ജിയോവും ഈ ഇന്റർനെറ്റും മൊബൈലെല്ലാം കുട്ടിയെ കൊടുത്തുകൊണ്ട് എല്ലാ കുട്ടികളും ഈ മൊബൈലിരുന്ന് കളിക്കലായ്മ പരിപാടി, ടൈം പാസ്, വേറെ ഒന്നും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് ഇതുകൊണ്ട് ആർക്കും ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ അണ്ടർസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായില്ല എന്ന് വേറൊരാൾ പറയുന്നത്, ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചു. അപ്പോൾ ഈ സിസ്റ്റമിക് പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ അപ്പോൾ നമ്മളെ ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ അല്ലെങ്കിൽ എന്താ പറയുക, സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്താ പറയുക, മേക്ക് ഇൻ ഇന്ത്യ, വാക്ക് ഇന്ത്യ അല്ലെങ്കിൽ സിം ഇന്ത്യ എന്നുള്ള മറ്റു കുറേ
ഫൈനാൻസ് മിനിസ്റ്റർ ഇപ്പോൾ പറയുന്നതൊക്കെ ഈ സ്റ്റാർട്ടപ്പിൻ്റെ എത്ര കുറേ ആൾക്ക് റോസ്ഗാർ നമ്മൾ കൊടുക്കും. ഇപ്പൊ കുറെ പഠിച്ച കുട്ടികളൊക്കെ ഞങ്ങൾ കമ്പനികളിലൊക്കെ അപ്രന്റീഷിപ്പ് കൊടുക്കുന്നല്ല പറഞ്ഞു. പക്ഷെ പഠിച്ച കുട്ടികൾക്ക് ഇവർക്ക് എത്ര മാർക്കുണ്ട്, എന്തൊക്കെയാ പഠിച്ചത്? ഇതിപ്പോ ഇൻഫോസിസ് കമ്പനിയിൽ പോയിട്ട് എല്ലാവരും ഇവിടെ നമ്മളെ ലോക്കലായിട്ട് പഠിച്ച കുട്ടികളിൽ ആടെ പോയിട്ട് ഇൻഫോസിസ് കമ്പനിയിൽ അപ്രന്റീഷിപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ ടൈറ്റാനിൽ അപ്രന്റീഷിപ്പ് കൊടുത്ത് എത്ര കുട്ടികൾ ഒരു കമ്പനി അബ്സോർവ് ചെയ്യുക? ഓരോ കമ്പനി 4000 കുട്ടികൾ വെച്ച് അബ്സോർവ് ചെയ്യാൻ പറ്റുമോ? അവർക്ക് അതിനുള്ള ബിസിനസ് ഉണ്ടോ? ഇനി അവർക്ക് പേ ചെയ്യും. അപ്പൊ അവർ CSR റെസ്പോൺസിബിലിറ്റി അതെല്ലാം പറയുന്നു. ഇതൊക്കെ കണ്ടിരുന്ന് കാണാം. പക്ഷെ ഇന്ത്യന്റെ ഫൈനാൻസ് മിനിസ്റ്റർ ഇന്നിപ്പോ ബഡ്ജറ്റ് വന്നില്ല. ബഡ്ജറ്റ് എന്ന് വെച്ചാൽ എത്ര നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതാണല്ലോ ആദ്യം പറയാം. നമ്മുടെ ഒരു ഫാമിലി ബഡ്ജറ്റ് കിട്ടിയത് നമ്മുടെ ശമ്പളം കിട്ടിയതിന്റെ ബഡ്ജറ്റിൽ എത്ര എനിക്ക് ഈ മാസം ഗ്രോസറി ഷോപ്പ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ആട കൊടുക്കാനുണ്ട്, ഇട കൊടുക്കാനുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ട്? അവർ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ രാവിലെ തന്നെ വന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ 576 ബില്യൺ സ്പെൻഡിങ് പ്ലാൻസ് ഇൻ ദി കറണ്ട് ഫിസിക്കൽ ഇയർ എന്ന് പറയും. അപ്പോൾ അത് മാർജിനലി ഹയർ ദാൻ ദ ഇൻട്രീം ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്, കുറച്ചധികമാണ് പറഞ്ഞു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം പെണ്ണുങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ പറയുന്നത് എയിമിംഗ് ടു ബൂസ്റ്റ് മാനുഫാക്ചറിങ് ആൻഡ് ജോബ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ മാനുഫാക്ചറിങ് കമ്പനികൾക്കൊക്കെ ഇവിടെ ഇനി വളരെ നല്ല കാലഘട്ടമായിരിക്കും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിൽ മുഴുവൻ മാനുഫാക്ചറിങ് ഇനി തുടങ്ങി. ഇവിടെ ഇപ്പം പുതിയ ജോബ്സ്. ഈ മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ റോഡ് പണിക്ക് ഒരു റോഡ് കാറി കണ്ടിക്കില്ല, ആകെ 100 ആൾ വേണ്ടിക്കില്ല. ഇന്ന് ഒരു മനുഷ്യനും വേണ്ട, ഇന്നെല്ലാം മെഷീനായിട്ട് മറ്റേ റോളും എല്ലാം മെഷീൻ ഉപയോഗിച്ചേ ചെയ്യുന്നു. ടെസ്ല ഇവർ പറയുന്നത് ഇവരെല്ലാം മറ്റേ റോബോട്ട് ഉണ്ടാക്കിയിട്ട് ഇനി അടുത്ത എല്ലാം റോബോട്ടിലാന്ന് കാറുമായല്ല. ഇപ്പൊ തന്നെ റോബോട്ടിലാന്ന് കാറിൽ മാനുഫാക്ചർ മറ്റുള്ള പല ഏരിയയിലും റെസ്റ്റോറന്റ് ആയാലും ശരി, ഇങ്ങനെയുള്ള കിച്ചണിലായാലും ശരി, ഇതെല്ലാം റോബോട്ടിലേക്ക് മാറാൻ പോകുന്ന പറയുന്നു. അപ്പൊ ഈ കുട്ടികൾക്ക് എവിടെ ജോലി കിട്ടാനൊക്കെ അറിയില്ല. ഓരോ ഫാക്ടറീസ് ഒക്കെ ഓട്ടോമേഷൻ ആകും. ഈ കോഡിങ് പോലെ പയ്യല്ലോ ഒക്കെ ഇനിയിപ്പോ കോഡിങ് എല്ലാം ചെയ്യാൻ പോകുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് കുറെ ജോബ് അങ്ങനെ പോകും. അപ്പൊ ഏത് ഏരിയയിൽ ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അപ്പോ അത് ഒരു വലിയ കൺസേൺ ആണ് എനിക്ക്. കാരണം വെച്ചാൽ ഇവിടെ കുട്ടികൾക്ക് ജോലിയില്ലാണ്ട് എന്താ ചെയ്യുക? അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങള് എയിമിംഗ് ടു ബൂസ്റ്റ് മാനുഫാക്ചറിങ് ജോബ്സ്, ഇങ്ങനെയുള്ള വലിയ എത്രയോ കോർപ്പറേറ്റ്സിൽ നമ്മളെ ഇന്ത്യയിൽ 4000 സ്റ്റുഡൻസിനെ വെച്ചിട്ട് അബ്സോർബ് ചെയ്യണം എന്നുള്ള ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നു. അപ്പോ മറ്റേ ഇനിയിപ്പോ കണ്ടു തന്നെ കാണും. അതായത് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് പിന്നെ ഈ ഗവൺമെന്റ് 2.66 ട്രില്യൺ റുപ്പീസ്, അത് കഴിഞ്ഞാൽ 32 ബില്യൺ റൂറൽ ഡെവലപ്മെന്റ് സ്പെൻഡ് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ ആകെ സ്പെൻഡ് ചെയ്യുന്ന വെച്ചാൽ 576 ബില്യൺ 32 ബില്യൺ പോലെ 544 ബില്യൺ ബാക്കിയുണ്ടായിരിക്കും. അപ്പൊ ഗവൺമെന്റ് പറയുന്നത് ഗവൺമെന്റ് ഒരു അലോക്ക് 2 ട്രില്യൺ റുപ്പീസ് ഫോർ ജോബ് ക്രിയേഷൻ ഓവർ ദി നെക്സ്റ്റ് 5 years. നല്ല കാര്യം തന്നെ ജോബ് ക്രിയേഷൻ ചെയ്യും. നമ്മൾ കേരളത്തിൽ അത്ര ജോബ് വരും കണ്ടിട്ടുണ്ട്. കാരണം ഇതിപ്പോ കൊടുത്തെല്ലാം ആന്ധ്രക്കും ബീഹാറിനും കൊടുത്തിട്ടും കാണുന്നു, വേറെ സ്റ്റേറ്റിനൊന്നും കൊടുത്താടുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയുന്നത് കോർപ്പറേറ്റ് ടാക്സ് കുറക്കുന്നു. 40% 35% കോർപ്പറേറ്റ് ടാക്സ്. പിന്നെ വലിയൊരു കാര്യം അവർ പറഞ്ഞാൽ ഗോൾഡിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി, ഗോൾഡ് ഇമ്പോർട്ട് ടാക്സ് ഓൺ ഗോൾഡ് ആൻഡ് സിൽവർ റെഡ്യൂസ് ടു. ഗോൾഡിന് പിന്നെ 6%, സിൽവറിന് 15% വെച്ച് കുറക്കുന്നത്. അത് അടുത്ത 6 മാസത്തിനുള്ളിൽ പിന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി സ്ട്രക്ചർ ഒന്ന് റിവ്യൂ ചെയ്യുമെന്നും പറയുന്നുണ്ട്. അത് ഗോൾഡ് വാങ്ങേണ്ട കൂട്ടർ ഇപ്പം പോയിട്ട് ഗോൾഡ് വാങ്ങിച്ചോളാം. കാലത്ത് ഇപ്പൊ ഗോൾഡ് ഷോപ്പിലും സെയിലാണ്. കാരണം ഇത്ര പൈസക്കാരാ ഗോൾഡ് മേടിക്കുക. പിന്നെ പണ്ട് കാലത്തുള്ള ആൾക്കാർ പിന്നെ സോവറിൻ കണക്കാണ് ഗോൾഡ് മേടിച്ചു. എത്ര പവൻ ഗോൾഡ് മേടിച്ചു? 10 പവൻ, 20 പവൻ, 30 പവൻ. ഇപ്പൊ അങ്ങനെയൊന്നും ആരും ഗോൾഡ് മേടിക്കുന്നില്ല. എന്റെ കയ്യിൽ 5 ലക്ഷം ഉണ്ട്, 10 ലക്ഷം ഉണ്ട്. 5 ലക്ഷത്തിന് ഗോൾഡ് മേടിച്ചിരുന്നു. അല്ലാണ്ട് പഴയ പോലെ ഈ 10 ഒരു പവൻ കണക്കിനൊന്നും ഗോൾഡ് ആരും മേടിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ടൈറ്റാനൊക്കെ നന്നായിട്ട് ചെയ്തിരുന്നു. നമ്മളെ തൃശ്ശൂരുള്ള കല്യാൺ ജ്വല്ലേഴ്സ്, തങ്കമയിൽ ജ്വല്ലേഴ്സ്, ഇതുപോലുള്ള ജ്വല്ലറിക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷെ ഇതൊരു 6 മാസം വരെ ഉണ്ടാവുന്ന എനിക്കൊന്ന് ചെയ്യാം. പിന്നെ ഇവര് പറയുന്നത് വെച്ചാൽ പ്രോസ്പെക്ട്സ് ടു ആൻഡ് സ്മോൾ ലോൺസ് ടു 2 million rupees ഫോർ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്. 2 million rupees ഏകദേശം 10 ലക്ഷം റുപ്യ സ്മോൾ ബിസിനസ്. അതെങ്ങനെ കിട്ടുമോ എനിക്കറിയില്ല, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി വല്ല സ്മോൾ ബിസിനസ്, വല്ല കോഴി ഫാമോ ആട് ഫാമോ അല്ലെ എന്താ തേക്ക് ഫാമായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെല്ലാം ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് പോയിക്കാൽ ചിലപ്പം പൈസ കിട്ടിയത് വരും. പിന്നെ ടു ടേക്ക് എ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് 10 billion rupees ഫോർ സ്പേസ്. അത് നല്ലൊരു പരിപാടിയാണ്. നമ്മളെ സ്പേസിലേക്ക് 10 ബില്യൺ വെഞ്ചർ ക്യാപിറ്റൽ. ഇതാരെയും വെഞ്ചർ ക്യാപിറ്റൽ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി വരുമോ സ്പേസിലേക്ക്? കാരണം സ്പേസ് അതോറിറ്റി എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാം സ്പേസെല്ലാം പ്രൈവറ്റ് ആയി. ISRO എന്നെല്ലാം പറയുന്ന രീതിയൊന്നും ഉണ്ടാവില്ല, എല്ലാം പ്രൈവറ്റൈസ് ചെയ്യും. കാരണം വെച്ചാൽ ഇതൊക്കെ ഈ ലോകത്തിലെല്ലാവർക്കും ഇപ്പൊ എല്ലാം പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ എലൻ മസ്ക് ഒക്കെ അവരെ സ്വന്തമായ സ്പേസ് എക്സ് കമ്പനി, ഇവർ ആമസോൺ തുടങ്ങി. അപ്പൊ ഇന്ത്യയിലും ഇനിയിപ്പം അതൊരു പ്രൈവറ്റൈസേഷനിൽ ചെയ്തിട്ട് ജോയിന്റ് വെഞ്ചറിൽ സ്പേസിൽ ചെയ്യുന്ന പറയും. പിന്നെ നമ്മളെ അതൊന്നും കൊണ്ട് നമുക്കൊന്നും കാര്യമില്ല. കാരണം നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഈ സ്പേസിൽ ഡെവലപ്മെന്റ് നമുക്ക് എന്താ കാര്യമല്ല അതിനെ കൊണ്ട്. റൂറൽ ഡെവലപ്മെന്റിൽ എന്താ കൊണ്ട് നമുക്ക് കിട്ടുന്നത്? അപ്പൊ അവർ റൂറലിൽ 2.66 ട്രില്യൺ റുപ്യ 32 ബില്യൺ റൂറൽ ഡെവലപ്മെന്റ് കൊടുക്കുന്നതാണ്. നമ്മളൊക്കെ റൂറലിൽ വരുമോ അല്ലെങ്കിൽ അർബനിൽ വരുമോ സെമി അർബനിൽ വരുമോ തോന്നുന്നു, അത് ഡിബേറ്റബിൾ ആണ്. പിന്നെ പ്രപ്പോസൽ സ്റ്റേറ്റ് എയ്ഡ് ഫോർ 30 million അഫോർഡബിൾ ഹൗസിംഗ്. ഇന്നലെ പറഞ്ഞ അഫോർഡബിൾ അൺഅഫോർഡബിൾ ഹൗസിംഗ് 30 million അഫോർഡബിൾ ഹൗസിംഗിന്
നീക്കി വെച്ചിട്ടുണ്ട്. റൂറലിൻ്റെ അർബൻ ഏരിയ. അർബൻ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ഏകദേശം ഒരു 26 ബില്യൺ ഫെഡറൽ ഗവൺമെന്റ് അസിസ്റ്റൻസ് ഫോർ അഫോർഡബിൾ അർബൻ ഹൗസിംഗ് ഫോർ ദ നെക്സ്റ്റ് 5 years എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിലൊരു കാച്ച് ഉണ്ട്. കാരണം വെച്ചാൽ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇനിയിപ്പം ഈ ടാക്സ് വെക്കുന്ന സമയത്ത് ടാക്സ് കൂടും. അതെന്താന്ന് വെച്ചാൽ ഈ പ്രോപ്പർട്ടി സെല്ലേഴ്സ് ഫേസ് ഹയർ ടാക്സ്. അത് ഇൻഡെക്സേഷൻ ഇഫക്റ്റ് ഓൺ പ്രോപ്പർട്ടി സെയിൽസിൽ അത് എടുത്തു കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പം വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ടാക്സ് വരും അതിൻ്റെ മുകളിൽ. അപ്പോൾ അതുകൊണ്ട് ഇനി പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ കയ്യിൽ കുറെ പ്രോപ്പർട്ടി ഉണ്ടാവുകൊണ്ട് ഞാൻ വലിയ പൈസ അതിൻ്റെ അത് ഉണ്ടാക്കാൻ പറ്റും. ഈ ഗവൺമെന്റ് മനസ്സിലാക്കി ഇനി ഇന്ത്യയിലെ പ്രോപ്പർട്ടി പ്രൈസ് ഇതിന് മുകളിൽ പോകില്ല. കാരണം ഓൾമോസ്റ്റ് ഇത് പീക്കിൽ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഈ പൈസ ജനങ്ങളുടെ തിരിച്ചെടുക്കണ്ടെങ്കിൽ ഡയറക്റ്റ് ടാക്സേഷൻ അതന്നെ ഏറ്റവും നല്ല ഡയറക്റ്റ് ടാക്സേഷൻ ഇപ്പൊ ഇനിയിപ്പോ ഇന്ത്യയിൽ വരാൻ പോകുന്നത്. എന്ത് ചെയ്യാനാ ദേശം ഒരു രാജ്യത്തിന്റെ രാജാവ് പറയുന്നത് ഞാൻ നിങ്ങൾ ടാക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ടാക്സ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അതേ സിറ്റുവേഷനാണ് നമ്മളെ ഇപ്പൊ. അപ്പോ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മള് ട്രേഡേഴ്സിൽ നിന്ന് വല്ലൊരു കഷ്ടപ്പെട്ട ദിവസം. കാരണം വെച്ചാൽ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് പിന്നെ വലിയ ടാക്സ് അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് ഒരു കൊല്ലം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം 20% 15 നേരെ 20%ലേക്ക് കൂട്ടിയില്ലേ. ലെസ് ദാൻ 1 year നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റോക്ക് വെച്ചിട്ട് വിൽക്കാമെങ്കിൽ 20% ടാക്സ് കൊടുക്കണം. അതിന്റെ മുകളിൽ വേറെ STT കൂടി വരും. അല്ല വരും. പിന്നെ ഒരു കൊല്ലത്തിന് മുകളിൽ വെക്കാമെങ്കിൽ അത് 10% 12.5% കൂടി മോർ ദാൻ 1 year ടാക്സ് ആയിരിക്കും. അപ്പോ ഇതെന്താ സംഭവിക്കുക വെച്ചാൽ മാർക്കറ്റിൽ സംഭവിക്കുക വെച്ചാൽ ട്രേഡിംഗ് വോളിയം കുറക്കും. അതൊന്ന് ലാസ്റ്റിൽ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ മാർക്കറ്റ് ശരിക്ക് നല്ലോണം പണിഷ് ചെയ്യുന്നു ഫൈനാൻസ് മിനിസ്റ്റർ. പിന്നെ മാർക്കറ്റ് കയറ്റി, മാർക്കറ്റിൽ കുറച്ച് അപ്പൊ തന്നെ മാർക്കറ്റ് ലിഫ്റ്റ് ചെയ്തു. പക്ഷേ ഇത് നമ്മളെ പോലെയുള്ള പുതിയ ഫിയാവ് 5 lakh നമ്മള് ആം ആദ്മി 5 ലക്ഷം 10 ലക്ഷം ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു 2 ലക്ഷം റുപ്യോ 3 ലക്ഷം റുപ്യോ ഒരു കൊല്ലം സ്റ്റോക്ക് വെച്ചാൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിറ്റിട്ട് എൻ്റെ മകന്റെ എഡ്യൂക്കേഷൻ ഫീസ് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ മകന് ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ആഗ്രഹമുള്ളൂ. നമുക്കൊന്നും വാറൻ ബഫറ്റ് ആകാൻ പറ്റൂല. അപ്പോ ഇത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ചെറിയ ഈ ഇൻവെസ്റ്റേഴ്സിന് ഇവര് കംപ്ലീറ്റ് എന്താ പറയുക കിൽഡ്. അതൊരു വലിയൊരു ഒരു മോശം സംഗതിയാണ് ഇവർ ചെയ്തത്. പക്ഷെ എനിവേ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശക രാജ ടാക്സ് ബറവുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആ ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഈ നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങിച്ച് വിൽക്കുന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾ 20% എബോവ് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലുള്ള ഇതിൽ വിൽക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ വോളിയം കുറക്കുന്നത്. ഇപ്പോൾ അതിന്റെ കൂടെ നിങ്ങൾ ഇതും കൊടുക്കണ്ടേ, ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഹൈക്കിംഗ് ദി സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ STT സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ രണ്ടും ഡെറിവേറ്റീവ് സെഗ്മെന്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം വാറൻ ബഫറ്റ് പോലുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആർ ദി വെപ്പൺസ് ഫോർ മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പോലെ അത് അറിയുന്ന കൂട്ടർക്ക് അത് ഉപയോഗിക്കാൻ ആവശ്യമുള്ളൂ. എല്ലാവരും അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പം കുറച്ച് പൈസ ഉണ്ടാകുന്നത് സ്റ്റോക്ക് വാങ്ങിച്ചു വെക്കുന്നതിന് ഏറ്റവും നല്ലത്. ഞാൻ ഒരിക്കലും ഈ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നിങ്ങളോട് ട്രേഡ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. നമുക്ക് ഏറ്റവും നല്ലത് പീസ് ഓഫ് മൈൻഡ് നമ്മൾ വാങ്ങിച്ചു വെക്കുക. പിന്നെ ഈ ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് അറിയെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പൊ ഇന്ന് വേറൊരു കാര്യം വെച്ചാൽ പിന്നെ പബ്ലിക് സെക്ടർ സ്റ്റോക്ക് ഒക്കെ ഇന്ന് സെല്ലിംഗ് ആയിരുന്നു. ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞോളൂ, ഇത് വീഴുമ്പോൾ 15-20% പോകുന്നു. അതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചു. 15-20-30% ഒക്കെ താമസം. നാളെ അറിയാം മാർക്കറ്റ് പിന്നെ എങ്ങനെ കറക്റ്റ് ചെയ്യുമെന്ന്. കാരണം ഈ PSU എല്ലാം ഹൈ വാല്യുവേഷൻ ആണ്. കാരണം അത് ഈ PSU മിഡ് ക്യാപ്സ് സ്മോൾ ക്യാപ്പ് ഇതെല്ലാം എന്ന് വെച്ചാൽ വാല്യുവേഷൻ ഈസ് വെൽ അബൌവ് ദ ഹിസ്റ്റോറിക്കൽ ആവറേജ്. അത്ര വെൽ ആവറേജ്. അപ്പൊ അതെല്ലാം ഒന്ന് കറക്ഷൻ ചെയ്യണം. പിന്നെ നമ്മള് ഇൻഫ്രാസ്ട്രക്ചറിലൊന്നും ഗവൺമെന്റ് ഒരു പൈസ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇന്നലെ വെച്ചാൽ ലാർസൻ ആൻഡ് ടൂബ്രോ എന്നാ ചെയ്യുന്നത്. പക്ഷേ ലാർസൻ ആൻഡ് ടൂബ്രോ ഇന്ന് L&T ശരിക്ക് 3% അധികം പോലും ഗവൺമെന്റ് ഒരു ഇൻക്രീസും പ്ലാന്റ് സ്പെൻഡിങ് കാണിച്ചില്ല. ഇൻഫ്രാസ്ട്രക്ചറിൽ അത്ര സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്ക് ഒക്കെ വല്ലേതു. പിന്നെ റിയാലിറ്റി സ്റ്റോക്സിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല. ഇതാണ് പ്രോപ്പർട്ടി ഇൻഡെക്സേഷൻ അത് റിമൂവ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ കണ്ടത്. നല്ലൊരു ഡിസപ്പോയിന്റിങ് ബഡ്ജറ്റാണ്. ഇതിൽ നമ്മളെ പോലത്തെ മിഡിൽ ക്ലാസ്സിന് എന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല. കാരണം വെച്ചാൽ മിഡിൽ ക്ലാസ്സിനൊക്കെ ഇന്ന് ഇതിനെ കൊണ്ട് ബെനിഫിറ്റ് ഒന്നുമില്ല. പിന്നെ എന്താ കാര്യം വെച്ചാൽ ഇത് നമ്മളെ പ്രൈം മിനിസ്റ്റർക്ക് അറിയാലോ, ഇപ്പോഴത്തെ ഗവൺമെന്റ് NDA ഗവൺമെന്റ് മോദി ഗവൺമെന്റ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആന്ധ്രാപ്രദേശും ബീഹാറിന്റെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇയാള് നാളെ റൺ ചെയ്യാൻ പറ്റുന്ന എനിക്ക് നമ്മളെ ഗവൺമെന്റ് റൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആന്ധ്രക്കും ബീഹാറിനൊക്കെ കുറച്ചൊന്നും അലോക്കേറ്റ് ഉണ്ട്. പക്ഷെ മറ്റുള്ള നമ്മുടെ കേരളത്തിൽ എന്താ കിട്ടിയെന്ന് നിങ്ങൾ നോക്കിയാൽ അറിയില്ല. കേരളത്തിനൊപ്പം വട്ടപൂജയായിരിക്കും. അത് തന്നെ സംഭവിച്ചിട്ടുള്ളൂ.
അപ്പോൾ അതുപോട്ടെ, കേരളം പോട്ടെ, ഈ നിർമ്മല സീതാരാമൻ മറ്റേ കർണാടകയിൽ നിന്ന് ജയിച്ച ഒരു മിനിസ്റ്ററാണ്, കർണാടക ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറയാ വെച്ചാൽ ഇതൊരു ഡിസപ്പോയിന്റിംഗ് ഡേ ആയിരുന്നു എനിക്ക്. നിങ്ങൾക്കും അതുപോലെ തന്നെ വിചാരിക്കുന്നു, ഒരു ഇതെല്ലാ ട്രേഡേഴ്സിനും അതുപോലെ തന്നെ ഒരു ഡിസപ്പോയിന്റിംഗ് ഡേ ആയിരുന്നു. എനിവേ നാളെ നമുക്ക് കാണാം, നാളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും രാവിലെ എന്താണ് മാർക്കറ്റിന്റെ കാര്യം. അപ്പോൾ താങ്ക് യു ഫോർ വ്യൂയിങ് മൈ ചാനൽ. ഗുഡ് നൈറ്റ്.